ഹായ് ഓൾ, ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം വേർഡ്സ്വർത്തിൻ്റെ ഫേമസ് വർക്കായിട്ടുള്ള ദ പ്രലൂഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക് എപ്പിക് പോമാണ്. നെക്സ്റ്റ് നമുക്ക് പോയറ്റിനെ കുറിച്ചിട്ട് നോക്കാം. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റാണ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് ഏജിലെ സെൻട്രൽ ഫിഗർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടുതൽ പോംസിലും നാച്ചുറൽ ചൈൽഡ്ഹുഡ്, മെമ്മറി, ഇമാജിനേഷൻ, അതുപോലെ സിമ്പിൾ റൂറൽ ലൈഫിനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം പോർട്രേറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ലിറിക്കൽ ബാലഡ്, ടിൻഡേൺ അബേ, ഓഡ്, ദ പ്രല്യൂഡ്, അങ്ങനെയുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രല്യൂഡിൻ്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. പ്രല്യൂഡ് എന്ന് പറയുന്ന വില്യം വേർഡ്സ്വർത്തിൻ്റെ ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എപ്പിക് പോമിൽ അദ്ദേഹം പോയറ്റ്സ് പേഴ്സണൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു വർക്ക് ഒരു ബ്ലാങ്ക് വേർഡ്സ് ആയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതായത് 14 ബുക്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ഈ ഒരു വർക്കിൽ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ജേർണിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ഒരു വർക്കിൽ മെയിനായിട്ട് ഇമ്പാക്റ്റ് ഓഫ് നാച്ചർ, പവർ ഓഫ് ഇമാജിനേഷൻ, അതുപോലെ തന്നെ ഷേപ്പിംഗ് ഓഫ് വൺസ് ഐഡൻറ്റിറ്റി എന്നിവയെക്കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പോമിലെ നാച്ചർ, ഇൻഡിവിജ്വൽ, സബ്ലൈം എന്നിവ തമ്മിലുള്ള കണക്ഷനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പോമ റൊമാൻറ്റിക് ലിറ്ററേച്ചറിലെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോമാണ്. ഇതിൽ പറയുന്നത് വേർഡ്സ്വർത്ത്, അതായത് യങ് ആയിരുന്ന വേർഡ്സ്വർത്ത് സിറ്റിയിൽ നിന്നും തൻ്റെ ഹോം ടൗണിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു പോമിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഇംഗ്ലണ്ടിലെ ബ്യൂട്ടിഫുൾ ലൈക്ക് ഡിസ്ട്രിക്റ്റിലായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബിസി സിറ്റി ഒരു പ്രിസൺ പോലെ എന്ന് ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹാപ്പിയും അതുപോലെ തന്നെ എക്സൈറ്റഡും ആണെന്ന് പറയുന്നുണ്ട്. യങ് പോയിറ്റായിട്ടുള്ള ഈ ഒരു വേർഡ്സ്വർത്തിന് നാച്ചറിൻ്റെ എനർജിയും പവറും ഇൻസ്പയർ ചെയ്തെന്നും അദ്ദേഹത്തിന് അലൈവ് ആണെന്നുള്ള ഒരു ഫീല് ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്ട്രീംസും സ്ട്രീസൊക്കെ അദ്ദേഹത്തിന് ഒരു പോയറ്റിക് ഫ്യൂച്ചറിലേക്ക് ഗൈഡ് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെന്നും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. യങ് വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്, അതായത് നാച്ചർ എന്ന് പറയുന്നത് എൻജോയ്മെൻറ്റിനുള്ളതാണെന്നും അതുപോലെ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു റിയൽ വേൾഡിൽ അദ്ദേഹത്തിൻ്റെ അഡ്വഞ്ചറസ് അദ്ദേഹത്തിൻ്റെ പേഴ്സണലും അതുപോലെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സ്പീക്കർ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് ഇമ്പ്രൂവ് ചെയ്യാനാണ് അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. പോയട്രിയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാര്യമായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ അത് പല പ്രോബ്ലംസും ഉണ്ടാക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഒരു ഓർഡിനറി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയട്രിയെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറല്ല. ഒരു പോയറ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കംപ്ലീറ്റ്ലി സംതൃപ്തനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പോയറ്റ് വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു ലൈവ്ലി സ്പിരിറ്റാണെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയട്രിയിലൂടെ ഇമ്പോർട്ടൻറ്റ് ട്രൂത്ത്സുകൾ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം എഴുതുന്നതെന്നും അതുപോലെ അദ്ദേഹത്തിന് റിയൽ വേൾഡ് എക്സ്പീരിയൻസസും അതുപോലെ സ്റ്റോറീസിനെ കുറിച്ചിട്ടൊക്കെ ഒരു കളക്ഷൻ തന്നെ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടത് എഴുതാൻ കഴിയില്ലെന്നും നല്ല ഫേമസ് ആയിട്ടുള്ള സ്റ്റോറീസ് എഴുതാറുണ്ട്. ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ലൈഫ് സ്റ്റോറീസ് എഴുതാറുണ്ട്. കൂടുതലും അദ്ദേഹത്തിൻ്റെ കോമൺ എക്സ്പീരിയൻസസ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് എഴുതാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. യങ്ങായിരിക്കുന്ന സമയത്ത് സെൽഫിഷ് ഡിസയേഴ്സിൽ നിന്ന് ഇൻറ്റ്യൂറ്റീവിനെയും അതുപോലെ തന്നെ ഫിയറിനെയും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ അദ്ദേഹത്തിന് വളരെയധികം ഡിഫിക്കൽട്ടാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്രീംസിൽ നിന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫ് സൊസൈറ്റിയിൽ നിന്നും കംപ്ലീറ്റ്ലി മാറി നിന്നിട്ട് നാച്ചുറലിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഡ്രീംസിൽ നിന്ന് എഴുതാൻ കഴിയുള്ളൂ. പിന്നീട് സ്പീക്കർ തൻ്റെ വീടിനടുത്തുള്ള ഡർവൻ്റ് റിവറെ കുറിച്ചിട്ടാണ് പറയുന്നത്. നാച്ചറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മെമ്മറിയാണിത്. ഇത് അദ്ദേഹം വളരും തോറും കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ട് തോന്നുകയാണെന്നാണ് പറയുന്നത്.
അദ്ദേഹം ഫോറസ്റ്റും ഹിൽസൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പല ട്രബിൾസും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ബേഡ്സിൻ്റെ കൂട് സ്റ്റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം പാറക്കെട്ടിൽ നിന്ന് വീണ സമയത്ത് ലൈഫിന് വേണ്ടിയിട്ട് അദ്ദേഹം തൂങ്ങി നിന്നതായിട്ടും അദ്ദേഹം ഓർക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നാച്ചർ അദ്ദേഹത്തിന് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്നും ഒരു ആർട്ടിസ്റ്റ് ആവാൻ അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സ്ട്രോങ് മെമ്മറിയിൽ സ്പീക്കർ ഒരു സ്മോൾ ബോട്ട് സ്റ്റീൽ ചെയ്തിട്ട് ഹ്യൂജ് റോക്സിൻ്റെ ഇടയിൽ അദ്ദേഹം സഞ്ചരിച്ചെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഹ്യൂജ് റോക്സ് അദ്ദേഹത്തിന് വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ബോട്ട് തിരികെ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു ഫിയർ അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയൊക്കെ അവശേഷിച്ചു എന്നാണ് പറയുന്നത്. സ്പീക്കർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബാഡ് എക്സ്പീരിയൻസസ് സ്പീക്കർ ഡൾ എംപ്റ്റിനെസ്, അതായത് ഹ്യൂമൻ വേൾഡിലെ ഡൾ എംപ്റ്റിനെസ്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് നാച്ചറിന് ഒരു ഡിവൈൻ ബ്യൂട്ടി ഓഫ് നാച്ചർ എന്നുള്ള രീതിക്കാണ് അദ്ദേഹം കമ്പാരിസൺ നടത്തുന്നത്. ഈ ഒരു സമയത്ത് തന്നെ അദ്ദേഹം ലൈക്ക് ഐസ് സ്കേറ്റിങ്, പ്ലേയിങ് കാർഡ് ഗെയിംസ്, അതുപോലെ സിമ്പിൾ കൺട്രി ഹോംസ്, നാച്ചുറൽ ബ്യൂട്ടിയെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം റീകോൾ ചെയ്യുന്നുണ്ട്. കുട്ടിക്കാലത്ത് അദ്ദേഹം നാച്ചറുമായിട്ട് വളരെയധികം ക്ലോസ്ഡ് ആണെന്ന് സ്പീക്കർ പറയുന്നുണ്ട്. ഈ ഒരു പോമിൻ്റെ എൻഡിൽ അദ്ദേഹം അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് സംസാരിച്ചതിന് അദ്ദേഹം ഒരു ക്ഷമ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പാസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കാനാണ് എയിം ഇട്ടതെന്നും കൂടി ഈ ഒരു പോമിൻ്റെ എൻഡിൽ അദ്ദേഹം പറയുന്നുണ്ട്.